നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന വീട്ടമ്മ അതിദാരുണമായി മരണപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യ മേഖലയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദവും പ്രതിഷേധവും എല്ലാം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിലേക്കും അതുകൂടാതെ മന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുൻപിലുമെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയിരുന്നത്. മഹിളാ കോൺഗ്രസിൻ്റെയും BJPയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റ് സംഘടനകളുടെയും എല്ലാം തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. സംസ്ഥാന മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് അണിചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. പ്രധാനമായും ഉന്നയിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ രാജി തന്നെയാണ്. മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി എത്തുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിനുണ്ടായ ദുരന്തത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും മഹിളാ കോൺഗ്രസ് സമാനമായ രീതിയിൽ മന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രംഗത്ത് വന്നത്. വലിയ യജമാന സ്നേഹം വേണ്ട കേട്ടാ. ഇതേ കൊണ്ടുവന്ന ഉമ്മാക്ക് സമരമല്ല.
ഇത് വെച്ച് തള്ളി എന്റെ കവിളിൽ അടിച്ച് പൊട്ടിച്ച് എനിക്ക് ഇവിടെ ഭയങ്കര വേദന ഉണ്ട്. എന്തോ നീ കാണിക്കണത്? ആംബുലൻസ് വിളിക്കും. നിങ്ങൾ കയറി, ഒരാൾ കയറി അതിനകത്ത്. രണ്ടുപേര് മതി. നിയമം ഞങ്ങൾ